വെണ്ണക്കല്ലിൽ കൊത്തിയ അതിമനോഹരമായ ശില്പം. കന്യാമറിയം യേശുക്രിസ്തുവിൻ്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന രംഗമാണ്. പിയത്ത എന്ന ആ ശില്പം നോക്കി കാണികൾ അത്ഭുതത്തോടെയും ആദരവോടെയും സ്തംഭിച്ചു നിന്നു. അത്തരമൊരു മഹത്തായ ശില്പം അവരാരും അതിനു മുമ്പ് കണ്ടിട്ടേയില്ല. ആരോ ചോദിച്ചു, ആരാണിത് നിർമ്മിച്ചത്? മറ്റൊരാൾ മറുപടി പറഞ്ഞു, അറിയില്ലേ, ക്രിസ്റ്റഫർ സൊളാരി തന്നെ. കേട്ടയാൾ തലകുലുക്കി. എന്നാൽ അടുത്തു നിന്ന മറ്റൊരാൾ അത് കേട്ട് ഞെട്ടിത്തരിച്ചുപോയി. മറ്റാരുമല്ല, പിയത്തയുടെ യഥാർത്ഥ ശില്പി മൈക്കൽ ആഞ്ചലോ. തൻ്റെ അധ്വാനത്തിൻ്റെ പേരും പ്രശസ്തിയും മറ്റൊരാൾ അപഹരിക്കുന്നത് പോലെ തോന്നി ആ യുവാവിന്. അന്ന് രാത്രി തന്നെ ഉളിയും ചുറ്റികയുമായി അദ്ദേഹം ശില്പത്തിനടുത്തെത്തി. കന്യാമറിയത്തിൻ്റെ മാറിന് കുറുകെയുള്ള പട്ടയിൽ തൻ്റെ പേര് കുത്തിവെച്ചു. പിന്നീട് അദ്ദേഹത്തിന് തോന്നി അത് വേണ്ടിയിരുന്നില്ല. ആരോ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ ഇത്ര പക്വതയില്ലാതെ പ്രവർത്തിക്കേണ്ടിയിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം പിന്നീട് ഒരു ശില്പത്തിലും ചിത്രത്തിലും മൈക്കൽ ആഞ്ചലോ സ്വന്തം പേര് കുറിച്ചില്ല. ആ മഹാശില്പിയുടെ പേരുള്ള ഒരേ ഒരു ശില്പമായി അങ്ങനെ പിയത്ത മാറി.